പതിവ് പോലെ തന്നെ ഷിട്ടുമണീൻ്റെ കയ്യും പിടിച്ച് സ്കൂൾ മുറ്റത്തോടെ എങ്ങനെ നടന്ന് അവനെ ക്ലാസ്സിലൊക്കെ വിട്ട് നമ്മൾ തിരിച്ച് ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ ഏകദേശം ഒരു 3-4 കിലോമീറ്ററൊക്കെ നടന്നിട്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നേ. കാലെത്ര മാറിയില്ലേ. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കസിൻസിൻ്റെ കൂടെ ഇങ്ങനെ തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോയി അടിപിടിയൊക്കെ ഉണ്ടാക്കി ചെളിയിലൊക്കെ പുരണ്ട് മഴയൊക്കെ കൊണ്ട് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അതൊക്കെ ഒരു കാലം. ഇതൊക്കെയാണ് ഈ 90s കിഡ്സിൻ്റെ ഒരു പ്രത്യേകത. കുറേ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും. തൽക്കാലം നമുക്ക് ജിമ്മിൽ പോയിട്ട് ഇന്നത്തെ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ കുപ്പിയില്ലേ, ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോവാണെങ്കിലും കൊണ്ടുപോകും. ഒറ്റ തവണ നടച്ചാൽ മതി. അത് നമുക്കിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് വയറ് വിശന്നപ്പം ചെറുതായിട്ടൊന്ന് ഒരു ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് കുഴപ്പമില്ലാത്തൊരു ദോശയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പിന്നെ തിരിച്ചു വന്ന് ഇന്ന് ഷോൾഡറിനായിരുന്നു കേട്ടോ വർക്കൗട്ട്. അപ്പം അതെല്ലാം ചെയ്തു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ടേ കുറച്ച് ക്ലീനാക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ പൊടി പിടിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങും എവിടെ നിന്നില്ലാത്ത തുമ്മൽ. അതൊരു അസുഖമാണോ എന്നറിയില്ല. ഏകദേശം ഒരു 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മൂടിയ അവസ്ഥയാണ്. പിന്നെ അതങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ മൊത്തൊരു വെപ്രാളവും പരിഭ്രാന്തിയും ദേഷ്യവും മൊത്തത്തിൽ ഒന്നും അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ എല്ലാ പണികൾ കഴിഞ്ഞപ്പോഴത്തേനും മുടിയെല്ലാം എണീറ്റ് നിന്ന് ബസന്തി ലുക്ക് ആയിട്ടുണ്ടായിരുന്നു. വേഗം പോയിട്ട് ഒരു അടിപൊളി കുളി പാസ്സാക്കിയിട്ട് അങ്ങോട്ട് വരാം. മഴ പെയ്യാനുള്ള പുറപ്പാടൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല സുഖമുള്ള കാറ്റുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങോട്ട് നിന്നു. അപ്പോഴാണ് വിശപ്പിന്റെ വിളി വന്നത്. അപ്പോൾ കഴിക്കാൻ എന്താ നോക്കിയാലോ. ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലത്തെ മന്തി റൈസും പിന്നെ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്ത് സാലഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഉച്ചമയക്കമാവാല്ലേ. നമുക്കെന്തായാലും നാളെ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.